സംസ്ഥാനത്ത് UDF ഭരണം പിടിച്ചു. പുതിയ മുഖ്യമന്ത്രിയൊക്കെയായി നിലവിലുണ്ടായിരുന്ന KPCCയുടെ അധ്യക്ഷൻ മന്ത്രിയുമായി. അപ്പോൾ KPCCയിൽ വലിയ പുനഃസംഘടന ആവശ്യമാണ്. അത് KPCCയുടെ അധ്യക്ഷ പദവിയിൽ മാത്രം ഒതുങ്ങില്ല. കാരണം ജില്ലാ തലത്തിൽ മാറ്റമുണ്ടാവേണ്ടി വരും. ഒപ്പം തന്നെ KPCCയുടെ ചില സുപ്രധാനമായ ചുമതലകൾ ഉണ്ടായിരുന്ന പലരും മന്ത്രിസഭയിലും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പുനഃസംഘടന എങ്ങനെയൊക്കെ നടക്കുമെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും അധ്യക്ഷ പദവിക്ക് അവകാശവാദം ഉന്നയിച്ച ഡൽഹിയിലേക്ക് സംസ്ഥാന നേതാക്കളുടെ ഒഴുക്കാണിപ്പോൾ. കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ്, ബെന്നി ബെഹനാൻ, ആന്റോ ആന്റണി തുടങ്ങിയ പേരുകൾക്കൊപ്പം ജോസഫ് വാഴക്കിന് വേണ്ടി രമേശ് ചെന്നിത്തലയും നീക്കം ശക്തമാക്കിയിരിക്കുകയാണ്. KC വേണുഗോപാൽ പക്ഷം മാത്യു കുഴൽനാടിന് വേണ്ടിയും സമ്മർദ്ദം സജീവമാക്കി. KPCCയിലെ അഴിച്ചുപണിക്ക് പുറമെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച DCC അധ്യക്ഷന്മാരെയും ഭാരവാഹിത്വത്തിൽ നിന്ന് മാറ്റിയേക്കുമെന്നതാണ് സൂചന. അങ്ങനെയെങ്കിൽ സമൂലമായ ഒരു അഴിച്ചുപണി എന്താണ് KPCCയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നതാണ് സാഹചര്യം. നമുക്കിതിൻ്റെ സാധ്യതകൾ ഏത് രീതിയിൽ എന്ന കാര്യം കൂടി പരിശോധിക്കാം. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, മുഖ്യമന്ത്രി ആയി ഭരണം പിടിച്ചു, മന്ത്രിസഭാ രൂപീകരണം നടന്നു, ഇനി മുന്നോട്ട് പോവുകയാണ്. ഇന്നലെ സണ്ണി ജോസഫ് വ്യക്തമാക്കി പുതിയൊരാൾ വരും എന്ന കാര്യം വ്യക്തമാക്കി. പക്ഷേ ആരെ എന്ത് സൂചനകളൊന്നും അദ്ദേഹം പങ്കുവച്ചില്ല. KPCCക്ക് ഒരു അധ്യക്ഷനെ കണ്ടെത്തുമ്പോൾ പലതരത്തിലുള്ള സമവായങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, മുഖ്യമന്ത്രി ചർച്ച, മന്ത്രിസഭാ ചർച്ച ഒക്കെ വലിയ ഗുരുതരമായ വിഷയങ്ങൾ ഉണ്ടായതാണ്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് ചോദ്യം. ആദ്യം നമുക്ക് പരിശോധിക്കേണ്ടത് ആരൊക്കെയാണ് ഈ സാധ്യതാ പട്ടികയിലുള്ളത്, ഒപ്പം അവരുടെ പ്രത്യേകത എന്താണ്, എത്രമാത്രം സാധ്യതയും അവകാശവാദവുമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പാർട്ടിയെ നയിക്കുക എന്നതിനേക്കാൾ വലിയൊരു അധികാര സംവിധാനത്തിലേക്ക് മാറുന്ന സാഹചര്യമാണ് ഭരണപക്ഷത്തിരിക്കുമ്പോൾ പാർട്ടിയുടെ തലപ്പത്തെത്തുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുൻപുണ്ടായതിനേക്കാൾ കൂടുതൽ അവകാശവാദവുമായി ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, സാമുദായിക സമവാക്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൂടുതൽ നേതാക്കൾ രംഗത്തെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, K. സുധാകരൻ അധ്യക്ഷ പദവിയിലേക്ക് എത്തി. അദ്ദേഹം അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറുന്ന സാഹചര്യത്തിൽ തന്നെ ഉയർന്നു കേട്ട പേരുകളിൽ പ്രധാനിയായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ് MP. അദ്ദേഹം ആദ്യഘട്ടം മുതൽ അന്നു മുതൽ ചർച്ചകളിൽ നിറഞ്ഞിരുന്ന ഒരു പേരാണ്. പക്ഷേ അന്ന് അദ്ദേഹത്തിന് പരിഗണിക്കാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യം, ക്രൈസ്തവ സഭകളുടെ ഒരു സമ്മർദ്ദം, സഭകളെ നേതൃത്വത്തോട് തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഒരു പശ്ചാത്തലത്തിൽ ക്രൈസ്തവ സഭകളെ UDFനോട് ചേർത്ത് നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സണ്ണി ജോസഫിന് വളരെ അപ്രതീക്ഷിതമായി നറുക്ക് വീഴുന്നത്. ആ സണ്ണി ജോസഫ് ഇന്ന് മന്ത്രിസഭയുടെ ഭാഗമായിരിക്കുന്നതോടെയാണ് പുതിയ KPCC അധ്യക്ഷനെ തെരഞ്ഞെടുക്കേണ്ട ഒരു സാഹചര്യം സംജാതമായിരിക്കുന്നത്. അവിടെയാണ് സാമുദായിക സമവാക്യങ്ങൾക്ക് അപ്പുറത്തേക്ക് സംസ്ഥാന കോൺഗ്രസിലെ ബലാബലങ്ങൾ കൂടി പരീക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യമായി അധ്യക്ഷനെ തെരഞ്ഞെടുക്കാനുള്ള ഒരു നീക്കങ്ങൾ മാറുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് പല പ്രധാനപ്പെട്ട നേതാക്കളും ഡൽഹിയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും മുൻപന്തിയിൽ 5 പേരുകളാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിൽ ഒന്നാമത്തെ പേര് കൊടിക്കുന്നിൽ സുരേഷിന്റെ തന്നെയാണ്. അദ്ദേഹം 7 തവണ മാവേലിക്കരയിൽ നിന്നും അടൂരിൽ നിന്നുമായി ലോക്സഭയിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, അദ്ദേഹം ഡെപ്യൂട്ടി സ്പീക്കർ പദവി വഹിച്ച വ്യക്തിയാണ്. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവായി ദേശീയ രംഗത്ത് അറിയപ്പെടുന്ന ഒരു നേതാവ് തന്നെയാണ് കൊടിക്കുന്നിൽ സുരേഷ്. മല്ലികാർജ്ജുന ഖാർഗെ നേരിൽ കണ്ട അദ്ദേഹത്തിന്റെ ക്ലെയിം കഴിഞ്ഞ ആഴ്ചയിൽ ഒരു കത്ത് മുഖേന എന്തുകൊണ്ട് താൻ KPCC അധ്യക്ഷനാകണമെന്ന കാര്യം അറിയിച്ചിട്ടുമുണ്ട്. അതാണ് ഒന്നാമത്തെ പേരുകാരനായ കൊടിക്കുന്നിൽ സുരേഷിന്റെ അവകാശവാദം. രണ്ടാമതായി പ്രധാനപ്പെട്ട പട്ടികയിൽ ഉള്ളത് A ഗ്രൂപ്പിന്റെ പ്രതിനിധിയായ ബെന്നി ബെഹനാനാണ്. ബെന്നി ബെഹനാൻ UDF 2011 മുതൽ 16 വരെ ഭരിക്കുമ്പോൾ നമുക്കറിയാം, ഉമ്മൻചാണ്ടി, അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായി കൂടെയുണ്ടായിരുന്നയാളാണ്. A ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട നേതാവാണ്. അതുകൊണ്ട് തന്നെ KC വേണുഗോപാലാണ് സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ആയിരുന്നതെങ്കിൽ ബെന്നി ബെഹനാനെ KPCC അധ്യക്ഷനാക്കാമെന്നൊരു ധാരണയുണ്ടായിരുന്നുവെന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആയില്ലെങ്കിലും ആ ധാരണയിൽ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ബെന്നിയെ അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരണം, അതിലൂടെ ക്രൈസ്തവ പ്രാതിനിധ്യവും ഉറപ്പുവരുത്താൻ കഴിയുമെന്നാണ് A ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട നേതാക്കളും ബെന്നി ബെഹനാനെ അനുകൂലിക്കുന്നവരും പറയുന്ന നിലപാട്. അടുത്ത പേര് എന്ന് പറയുന്നത് അടൂർ പ്രകാശാണ്. അദ്ദേഹം നിലവിൽ UDFന്റെ കൺവീനറാണ്. അദ്ദേഹം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന വലിയ താല്പര്യം അവസാന നിമിഷം വരെ ദേശീയ നേതൃത്വത്തിന് മുമ്പിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ്. ഈഴവ സമുദായാംഗമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട തസ്തികയിലേക്ക് നിയമസഭയിൽ
മത്സരിക്കാൻ അവസരം നിഷേധിക്കപ്പെട്ട തനിക്ക് KPCC അധ്യക്ഷ പദവിയിലേക്ക് ക്ലെയിമുണ്ട്, അതുകൊണ്ട് തന്നെ പരിഗണിക്കണമെന്ന ആവശ്യത്തിൽ അടൂർ പ്രകാശ് ഉറച്ചു നിൽക്കുകയാണ്. അദ്ദേഹം കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളെ കണ്ട് അദ്ദേഹത്തിന്റെ ക്ലെയിം ഉന്നയിച്ചിട്ടുമുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട ഒരു പേര് എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തല മുമ്പോട്ട് വെച്ച ജോസഫ് വാഴക്കിന്റേതാണ്. അദ്ദേഹം ഏറ്റുമാനൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായതാണ്. ഒടുവിൽ കപ്പിനും ചുണ്ടിനുമിടയിൽ ഏതാണ്ട് 1.5 ലക്ഷത്തോളം പോസ്റ്ററുകൾ അടിച്ചുവെച്ചതിന് പിന്നാലെയാണ് ഏറ്റുമാനൂരിൽ നാട്ടകം സുരേഷ് UDF സ്ഥാനാർത്ഥിയായി എത്തുന്നത്. അങ്ങനെ അപ്രതീക്ഷിതമായി സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ട ജോസഫ് വാഴക്കിന് മുതിർന്ന നേതാവെന്ന പരിഗണന നൽകിക്കൊണ്ട് ക്രൈസ്തവ സഭയുടെ പ്രാതിനിധ്യം കൂടി ഉറപ്പാക്കാനായി ജോസഫ് വാഴക്കിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണം, അതിലൊരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന കാര്യം രമേശ് ചെന്നിത്തല ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ട്വിസ്റ്റ്. ഈ KC വിഭാഗത്തെ അനുകൂലിക്കുന്നവരിൽ പരസ്യ നിലപാടെടുക്കുന്നവരിൽ പ്രധാനപ്പെട്ട യുവമുഖമാണ് മാത്യു കുഴൽനാടൻ. അതുകൊണ്ട് തന്നെ KC പക്ഷത്ത് ഉള്ള പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളുടെയും പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് മാത്യു കുഴൽനാടനെ KPCC അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് KC പക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഒരുമിക്കുന്നുണ്ട്. ഒരു യുവമുഖമാണ്. അതോടൊപ്പം ഒരു യുവത്വത്തിന്റെ ചലനാത്മകത മാത്യു കുഴൽനാടനോട് ഉറപ്പുവരുത്താൻ കഴിയുമെന്നാണ് അവർ മുമ്പോട്ട് വെക്കുന്ന അവകാശവാദം. അതോടൊപ്പം ഒരു പാർട്ടിയെ ഒരു ചുറുചുറുക്കുള്ള നേതൃത്വമാണ് ഇനി നയിക്കേണ്ടത്. അവരെ 50 വയസ്സിൽ താഴെയുള്ളവരെ പരിഗണിക്കുന്നതിലൂടെ അത് നല്ലൊരു അവസരമായി മാറുമെന്നും കൂടി അവർ കരുതുന്ന പശ്ചാത്തലമുണ്ട്. അങ്ങനെയാണ് മാത്യു കുഴൽനാടന്റെ പേര് അവിടെ ചർച്ചകളിൽ നിറയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ 5 പ്രധാനപ്പെട്ട പേരുകൾക്കപ്പുറത്തേക്ക് മറ്റു ചില പേരുകൾ കൂടി ഷാഫി പറമ്പിൽ ഉൾപ്പെടെ നിലവിൽ വർക്കിംഗ് പ്രസിഡന്റുമാരിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്നത് ഷാഫി പറമ്പിൽ മാത്രമാണ്. നമുക്കറിയാം PC വിഷ്ണുനാഥ് വർക്കിംഗ് പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം മത്സരിച്ച് ജയിച്ച് മന്ത്രിസഭയുടെ ഭാഗമായിരിക്കുന്നു. AP അനിൽകുമാർ വർക്കിംഗ് പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹവും മത്സരിച്ച് ജയിച്ച് മന്ത്രിസഭയുടെ ഭാഗമായിരിക്കുന്നു. അങ്ങനെ ആ 2 വർക്കിംഗ് പ്രസിഡന്റുമാരിൽ ഇനി ശേഷിക്കുന്നത് 3 പേരിൽ ഒരാൾ മാത്രമാണ്. അത് ഷാഫിയാണ്. ഷാഫി പറമ്പിലിന് വേണ്ടിയും ഒരു വിഭാഗം വലിയ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ ദേശീയ നേതൃത്വം പച്ചക്കൊടി വീശുന്നത് ആർക്ക് അനുകൂലമായിട്ടായിരിക്കുമെന്നറിയാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം KPCC അധ്യക്ഷനെ തെരഞ്ഞെടുക്കുക എന്നതിനൊപ്പം ഈ വർക്കിംഗ് പ്രസിഡന്റുമാരെയും മാറ്റുമോ, 2 പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാർ വരുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ചില അഭ്യൂഹങ്ങൾ ഏറുന്നുണ്ട്. അതോടൊപ്പമാണ് മത്സരിച്ച 7 DCC അധ്യക്ഷന്മാരിൽ 5 പേർ മത്സരിച്ച് ജയിച്ച് നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്ന സാഹചര്യമുണ്ട്. ആ 5 DCC ഭാരവാഹികളെ DCC അധ്യക്ഷന്മാരെ മാറ്റി പകരം സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ട ആളുകൾക്ക് പ്രത്യേകിച്ച് യുവ പ്രാതിനിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ട് DCC അധ്യക്ഷന്മാരെ നിയമിക്കണം അല്ലെങ്കിൽ നിയോഗിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു വിഭാഗം നേതാക്കൾ ഹൈക്കമാൻഡിനെ സമീപിച്ചിട്ടുണ്ട്. ഇതിൽ നിർണായകമായ അല്ലെങ്കിൽ സമഗ്രമായ ഒരു പൊളിച്ചെഴുത്ത് DCCയിലും KPCC നേതൃതലത്തിലും ഉണ്ടാകും എന്നുള്ള ഒരു പൊതുവിലയിരുത്തലുണ്ട്. അല്പ ദിവസങ്ങൾക്കകം ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. കാരണം പാർട്ടിക്ക് അധ്യക്ഷനില്ലാതെ പൂർണ്ണസമയ ചുമതലയുള്ള അധ്യക്ഷനെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ KPCC തലപ്പത്തെ അഴിച്ചുപണിയായിരിക്കും ആദ്യം ഉണ്ടാകുക. അങ്ങനെയെങ്കിൽ KPCC അധ്യക്ഷനെ നിയോഗിച്ചുകൊണ്ടുള്ള ആദ്യ ഉത്തരവായിരിക്കും ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നുണ്ടാകുക. അതിന് മുന്നോടിയായിട്ടാണ് ഈ പ്രധാനപ്പെട്ട നേതാക്കൾ മല്ലികാർജ്ജുന ഖാർഗെയുമായും രാഹുൽ ഗാന്ധിയുമായും ഒക്കെ നേരിൽ കണ്ട് കൂടിക്കാഴ്ച നടത്തി തങ്ങളുടെ പദവി ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അവസാനവട്ട ശ്രമങ്ങൾ ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് സജീവമാക്കിയിരിക്കുന്നത്. അതാണ് സാഹചര്യം. എന്തായാലും KPCCയുടെ പുതിയ അധ്യക്ഷൻ ആര് എന്ന ചോദ്യത്തിനാണ് ഉത്തരം കണ്ടെത്തേണ്ടത്. നിരവധി ചർച്ചകൾ ജനാധിപത്യ പാർട്ടി എന്ന് അവകാശപ്പെട്ടിട്ട് ഞങ്ങളുടെ ജനാധിപത്യപരമായ ചർച്ചകളെന്ന് അവകാശപ്പെട്ട ചർച്ചകൾ നടത്തി അത് കുഴഞ്ഞു മറിയുന്ന സാഹചര്യങ്ങൾ നമ്മൾ കോൺഗ്രസിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇത്തവണ ഉണ്ടാകുന്ന വെല്ലുവിളി KPCCയുടെ അധ്യക്ഷൻ ആര് എന്ന ചോദ്യമാണ്. സാമുദായിക ഇക്വേഷൻ പാലിക്കണം, ജാതി സമവാക്യങ്ങൾ പാലിക്കേണ്ടതുണ്ട്, മറ്റ് ഘടകങ്ങൾ പാലിക്കണം. ഇതെല്ലാം പാലിച്ച് ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഇതെല്ലാം പാലിച്ചുകൊണ്ട് ആരെ അധ്യക്ഷനായി കണ്ടെത്തുമെന്ന ഗുരുതരമായ ചോദ്യം, അതിന് ഉത്തരം കോൺഗ്രസ് കണ്ടെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.